പുസ്തകം 27 അധ്യായം. അനന്തരം യോസേഫിന്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഗീരിന്റെ മകനായ ഗിലെയാദിന്റെ മകനായ ഹേബെരിന്റെ മകനായ സെലോഫോദിന്റെ പുത്രിമാർ അടുത്തു വന്നു. അവന്റെ പുത്രിമാർ മഹ്ള, നോവ, ഹെഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാധാന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശെയുടെയും എലെയാസർ പുരോഹിതന്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയുടെ വിരോധമായി കോരാഹിനോട് കൂടി അവരുടെ കൂട്ടത്തിൽ ചേർന്നില്ല. അവൻ സ്വന്തം പാപത്താലത്രേ മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പനും മകനില്ലായ്കകൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൻ്റെ നിന്ന് ഇല്ലാതാക്കുന്നെന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു അവകാശം തരേണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫാദിന്റെ പുത്രൻ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മക്കൾക്ക് കൊടുക്കണം. അവന് മക്കളില്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാരില്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ അപ്പന് സഹോദരന്മാരില്ലാതിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത് ചാർച്ചക്കാരനെ അവൻ്റെ അവകാശം കൊടുക്കണം. അവനത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായ പ്രമാണമായിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരിം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്നു ദേശം നോക്കുന്നു. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹ്റോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണുക വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കരുതിൻ്റെ കൽപ്പനയെ മറുത്തുകൊണ്ട് തന്നെ. സീൻ മരുഭൂമിയിൽ കാദേശിന്റെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയുടെ സഭ ഇടനില്ലാതെ ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോവാനും അകത്ത് കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെയും ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായവൻ്റെ മകനായ യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അങ്ങനെ പുരോഹിതനായ എലെയാസറിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിവർത്തി അവർ കാണുകയും അവന് ആജ്ഞ കൊടുക്കുക, ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വയ്ക്കണം. അവൻ പുരോഹിതനായ എലെയാസറിൻ്റെ മുമ്പാകെ നിൽക്കണം. അവൻ അവന് വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഉയരും മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവന് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്കുപ്രകാരം പോവുകയും അവൻ്റെ വാക്കുപ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യേശുവെ വിളിച്ച് പുരോഹിതനായ എലെയാസറിൻ്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവൻ ഈ ആജ്ഞ കൊടുത്തു. ബാറിക്കുമോർ.